ഇപ്പോൾ ഏറ്റവും അവസാനം മന്ത്രി വി.എൻ. വാസവൻ അദ്ദേഹം ഒടുവിൽ ബിന്ദുവിന്റെ വീട്ടിലെത്തി. അല്പസമയം മുമ്പാണ് അദ്ദേഹം ബിന്ദുവിന്റെ വീട്ടിലെത്തിയത്. അവിടെ വെച്ചും അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഉത്തരവാദിത്തമുള്ള ആൾ എന്ന് തന്നെയാണല്ലോ വർഷങ്ങളായി മന്ത്രി വി.എൻ. വാസവൻ. അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഈച്ച അനങ്ങുമ്പോൾ പോലും ഇപ്പോഴത്തെ മന്ത്രിയായ വി.എൻ. വാസവൻ അറിയും. അത് വർഷങ്ങളായി അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ദുരന്തമുണ്ടായപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനും കൂടിയുണ്ട്. പക്ഷെ അതൊന്നും ഏറ്റെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഇന്നത്തെ പുതിയ ന്യായീകരണം, കുറേയേറെ ന്യായീകരണങ്ങൾ അദ്ദേഹം അല്പസമയം മുമ്പ് നടത്തുകയുണ്ടായി. ആ ബൈറ്റിലേക്ക് പോകാം. ഞങ്ങൾ ഈ കാര്യത്തിൽ ആ കുടുംബം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട അവർ മുന്നോട്ട് വെച്ച ആവശ്യം ആ കുട്ടിയുടെ ചികിത്സയാണ്. വീണയുടെ ആ കുട്ടി അപ്പോളോ ഹോസ്പിറ്റലിലെ 4ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. അവിടെ വെച്ചുണ്ടായ ഒരു അസുഖത്തെ തുടർന്ന് ഇവിടെ വന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തതാണ്. ഒരു സർജറി അനിവാര്യമാണ്. ആ സർജറിക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ്. അത് ഇന്നലെ തന്നെ ആലോചിച്ചു. ബഹുമാന്യായ സൂപ്രണ്ടും പ്രിൻസിപ്പലും എൻ്റെ കൂടെ ഉണ്ട്. അവർ ആ കാര്യത്തിനോട് ഇവിടെ നേരിട്ട് പറയാനും എപ്പം ആ കുട്ടിയെ കൊണ്ട് വന്നാലും അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ സർജറി പൂർണ്ണമായി അതിന് ഭേദമാകുന്നോടം വരെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ എന്തെല്ലാം ചെലവുകൾ വരുമോ അത് മുഴുവൻ നമ്മൾ വഹിക്കും. ആ രൂപത്തിൽ ആ അസുഖം ഭേദാക്കി കൊടുക്കാനുള്ള എല്ലാ ചുമതലയും ഗവൺമെന്റും ഈ ഹോസ്പിറ്റലും ചേർന്ന് ഏറ്റെടുക്കുകയാണ്. അതായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ്. രണ്ടാമത് നമ്മളിപ്പോൾ ഫ്യൂണറലായിട്ടുള്ള അടിയന്തര സഹായം കൊടുക്കും. മൂന്നാമത്തെ കാര്യം, മകനെ സംബന്ധിച്ചോളം ഒരു താൽക്കാലിക ജോലിയെങ്കിലും അടിയന്തരമായി വേണം. മെഡിക്കൽ കോളേജിന്റെ HDSൽ ഇപ്പോൾ താൽക്കാലികമായ അത്തരം ചില കാര്യങ്ങൾ ചെയ്യാൻ കളക്ടർ ചെയർമാനായി സൂപ്രണ്ട് സെക്രട്ടറിയായി ഞങ്ങളൊക്കെ മെമ്പർമാരായിട്ടുള്ള കമ്മിറ്റിയുണ്ട്. അതാലോചിച്ച് ആ കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് സ്ഥിരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും ആലോചിക്കും. മറ്റൊരു കാര്യം ധനസഹായമാണ്. അത് ക്യാബിനറ്റ് ചേർന്ന് കൃത്യമായി പ്രഖ്യാപിക്കും. ഇങ്ങനെ അവർ മുന്നോട്ട് ആവശ്യപ്പെട്ട 4 കാര്യവും നടപ്പാക്കി ആ കുടുംബത്തോടൊപ്പം ഗവൺമെന്റുണ്ട്. ശ്രീ വസന്തകുമ്പള്ളി, ആ കുടുംബത്തോടൊപ്പം സർക്കാരുണ്ട് എന്നാണ് മന്ത്രി വി.എൻ. വാസവന്റെ ഇപ്പോൾ അല്പസമയം മുമ്പത്തെ ഉറപ്പ്. പക്ഷേ ഇദ്ദേഹത്തിനൊന്നും ആ വീട്ടിലേക്ക് രാവിലെ എത്താൻ പറ്റിയില്ല. അത് സ്വാഭാവികമായിട്ടും അവരെ ഫേസ് ചെയ്യാനുള്ള മടി ആയിരിക്കും. ആ സമയത്ത് അത്രയും ആളുകൾ കൂടിയ സമയത്ത് മന്ത്രിമാർക്ക് പോലും ആ സമയത്ത് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. നോക്കൂ, ഈ മന്ത്രിമാരെല്ലാവരും മെഡിക്കൽ കോളേജിൽ ഈ അപകടമുണ്ടായി 1 മണിക്കൂറിനുള്ളിൽ മെഡിക്കൽ കോളേജിലേക്ക് ഓടിയെത്തി. ഇവരെത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബിന്ദു ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 10:30 ഉണ്ടാകുന്ന അപകടത്തിൽ 11:30, അതായത് തൊട്ടപ്പുറത്ത് 4 കിലോമീറ്റർ അപ്പുറത്ത് ആഡംബര ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മീറ്റിംഗിൽ ഉണ്ടായിരുന്നു വീണ ജോർജും ഈ സംസാരിക്കുന്ന ഏറ്റുമാനൂർ MLA കൂടിയായ, അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ MLA കൂടിയായ മന്ത്രി വാസവൻ അടക്കമുള്ളവർ 4 കിലോമീറ്റർ അപ്പുറത്ത് ആഡംബര ഹോട്ടലിൽ AC-യുടെ സുഖത്തിൽ നട്ട്സും ബദാമും കഴിച്ചുകൊണ്ട് മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് അവർ ഓടിയെത്തിയല്ലോ. ഓടിയെത്തിയിട്ട് ഏറ്റവും ആദ്യം സ്ഥലത്തെ മന്ത്രി, സ്ഥലത്തെ MLA എന്നുള്ള നിലയിൽ ചെയ്യേണ്ടത് എന്താണ്? അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നു. ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആവശ്യമായി വന്നാൽ ആ രക്ഷാപ്രവർത്തനത്തെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്ഥലത്തെ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം. പക്ഷേ വാസവനടക്കം ആ പ്രശ്നമുണ്ടായ വകുപ്പിന്റെ മന്ത്രി, ആരോഗ്യവകുപ്പിന്റെ മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ എന്താണ് ശ്രമിച്ചത്? 11 മണിക്ക് അവിടെ എത്തുന്ന ഈ മന്ത്രിക്കൂട്ടം നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളോട് പറഞ്ഞത് അവിടെ യാതൊന്നും ഭയപ്പെടാനില്ലെന്നും ഇത് അടച്ചിട്ടിരുന്നതാണെന്നും മറ്റാർക്കും അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെന്നും അവിടെ മനുഷ്യൻ പോയിട്ട് ഒരു എലി പോലും അതിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയില്ലെന്നും അതുകൊണ്ട് തൽക്കാലം സമയമെടുത്ത് അവിടുത്തെ റെസ്ക്യൂ പ്രവർത്തനം എന്ന് പോലും അവർ പറയുന്നില്ല. കെട്ടിടം വീണ് കിടക്കുന്നത് മാറ്റുക എന്നുള്ള പ്രവർത്തനം പയ്യെ തുടങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ ആ രക്ഷാപ്രവർത്തനത്തെ മന്ദീഭവിപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്താൽ പോലും അത് ഒരുപക്ഷെ കോടതിയുടെ മുമ്പിൽ നിന്നു പോകാൻ സാധ്യതയുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി ചെയ്തത്. അതായത് ബിന്ദുവിനെ കൊലയ്ക്ക് കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പ്രതി അത് വീണ ജോർജ് ആണ്. രണ്ടാമത്തെ പ്രതി വി.എൻ. വാസവനാണ്. അത് ഈ ന്യായീകരണങ്ങളും നടത്തുന്നുണ്ടെങ്കിലും വീണ ജോർജിനെ പാർട്ടിയിലെ സഖാക്കൾ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പത്തനംതിട്ടയിൽ അല്പസമയം മുമ്പ് കണ്ട ഫേസ്ബുക്ക് പോസ്റ്റ്, അത് കണ്ടപ്പോഴാണ് ഞാനത് ഓർത്തത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പത്തനംതിട്ടയിലെ 2 പ്രമുഖ CPM നേതാക്കളാണ് വീണ ജോർജിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അതിലൊന്നിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ജോൺസൺ PJയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീണ ജോർജിന് മന്ത്രി പോയിട്ട് ഒരു MLA ആയി ഇരിക്കാൻ അർഹതയില്ല, കൂടുതൽ പറയുന്നില്ല, പറയിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ലോക്കൽ കമ്മിറ്റി അംഗമാണ് ജോൺസൺ PJ.
അതുപോലെ തന്നെ മറ്റു നേതാവായ രാജീവ് പക്ഷേ ഒരു ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ അറിയാം. അത് ഈ ഇതിപ്പോൾ ജോൺസന്റെ ആണ്, പിന്നെ രാജീവിന്റെ